ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തിയപ്പം ഇങ്ങനെ കഷ്ടം വരുമെന്നൊരു വാക്ക് നിങ്ങൾ പറയാത്തത് എന്താ? നിങ്ങൾ ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കാത്തത് എന്താ? അങ്ങനെയൊന്നും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഒരുങ്ങിയെങ്കിലും ഇരുന്നേനെ. രണ്ട് അത്യാവശ്യമുള്ളൊരു വിഷയം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ സഭയോട് പറയണം എന്ന് വ്യക്തമായി ബോധ്യം ലഭിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രത്യേകിച്ച് അന്ത്യകാലങ്ങളാകുമ്പം വലിയ പ്രതികൂലങ്ങളും പീഡകളും അനേകർ അനുഭവിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ കഷ്ടത്തിലൂടെ ദൈവസഭ കടന്നു പോകാൻ പോകുന്നു. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. നിങ്ങൾക്കറിയാം, ഗ്വാളിയറിൽ അന്ന് അറസ്റ്റായ പാസ്റ്റർ ജോസ്മോൻ ഈ ചർച്ചിൽ പല പ്രാവശ്യം വന്നിട്ടുള്ള സഹോദരനാണ്. ഇവിടെ നിന്നൊരു ടീം പണ്ട് ഗ്വാളിയറിൽ പോയത് ഞാൻ ഓർക്കുന്നു. പക്ഷേ ആ സഹോദരൻ ഇപ്പം ജയിലിലായിട്ട് ഏകദേശം 2 ആഴ്ചയായി. ജാമ്യം കിട്ടുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. വലിയ പ്രയാസത്തിൽ പോവുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അനേകർ സുവിശേഷ വേല നിർത്തി അവർ മടങ്ങി വരാനുള്ള ഏർപ്പാടിലാണ്. ഈ മാർച്ച് ആകുമ്പോൾ എങ്ങനെയെങ്കിലും സ്കൂൾ പിള്ളേരുടെ കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു പോരാം. അതിനൊരു പറയുന്ന കാരണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സഭയായിട്ട് കൂടാൻ കഴിയുന്നില്ല, സഭ ഇല്ലാത്തത് കാരണം വരുമാനങ്ങളൊന്നുമില്ല, ആരും ഒന്ന് വിളിച്ചെന്ന് ഒന്ന് ക്ഷേമം അന്വേഷിക്കാനില്ല, സഹായിക്കാൻ ആരുമില്ല, ഒരു പ്രശ്നം വന്നാൽ ഓടിയൊന്നും ഒരു പോലീസ് സ്റ്റേഷനിൽ വരാനോ ഒരു കോടതി വന്ന് ജാമ്യം എടുക്കാനോ ആരുമില്ല. പിന്നെ എല്ലാത്തിനും ഒരു പണവുമില്ല. ഇനി തിരിച്ചവർ കേരളത്തിലേക്ക് വരാമെന്ന് തീരുമാനിച്ചാലോ, കേരളത്തിൽ അവർക്ക് വീടും ഒന്നുമില്ല. കാര്യം ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന അല്പം വീതമൊക്കെ വിറ്റ് പറക്കി അവിടെ കൊണ്ടുവച്ച സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ചവരാണ് നല്ലൊരു പങ്കും നേരത്തെ പോയവർ. അപ്പം വലിയ കഷ്ടതയിലൂടെ പോകുന്ന ഒത്തിരി മിഷണറിമാർ, മലയാളികൾ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പലരും മടങ്ങി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. പക്ഷേ ഒരു വശത്ത് അങ്ങനെ ചിലർ ചിന്തിക്കുമ്പം, ചിലർ എന്തു വന്നാലും ഞങ്ങളുടെ ജീവിതം ഈ വടക്കേ ഇന്ത്യക്ക് വേണ്ടി കൊടുത്തവരാണ്, ഇനി ഞങ്ങൾ മടങ്ങി വരുന്നില്ല, മരിക്കുന്നെങ്കിൽ ഇവിടെ മരിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കിവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് വലിയ വർത്തമാനമൊക്കെ പറയാം അല്ലേ. അവർ കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി ഇറങ്ങിയതല്ലേ, അവർ നിൽക്കണ്ടേ, പിടിച്ചിരിക്കണ്ടേ, കർത്താവ് നോക്കിക്കോളും. ഇതൊക്കെ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷേ ചെന്ന് അനുഭവിക്കുമ്പോഴേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. നമുക്കിവിടെ നിന്നുകൊണ്ട് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കാം ബ്രദറെ എന്ന് പറയും. വടക്കേ ഇന്ത്യയിലുള്ള ഒത്തിരി പേർ കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ ചിലപ്പോഴെങ്കിലും പ്രാർത്ഥന മാത്രമല്ലായിരുന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. അറിയാമോ യേശു പറഞ്ഞൊരു കാര്യം? അങ്ങനെയെങ്കിൽ ഇന്ന് അനേകർ കഷ്ടത്തിലൂടെ പോകുമ്പം അങ്ങനെയുള്ളവരുടെ ഫോൺ നമ്പറുകൾ, അവരുടെ കുടുംബാംഗങ്ങളുടെ നമ്പറൊക്കെ തപ്പി ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ചില സഹായങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ ഒന്ന് പോയി അവരെ ഒന്ന് കാണുക. ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ സഭ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവർ, ഞാൻ അനേക പാസ്റ്റേഴ്സിനോടും ലീഡേഴ്സിനോടും സംസാരിക്കുമ്പം അതൊന്നും ആർക്കും പറ്റുന്നില്ല. എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജാമ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ജാമ്യം കിട്ടാൻ പ്രാർത്ഥിക്കുക, അതൊരാളുടെ കാര്യമല്ലേ. പക്ഷേ അനേകർ പീഡിപ്പിക്കപ്പെടുന്നു. ഇനി ഒരുപാട് കഷ്ടങ്ങളിലൂടെ അനേകർ പോവും. പക്ഷെ അന്ന് കഷ്ടങ്ങളിലൂടെ ദൈവസഭ കടന്നു പോകുമ്പം ഒരുപക്ഷെ ഇന്നിവിടെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്കൊത്തിരി ആശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കടപ്പാടുകൾ ഉണ്ട്. വരുന്ന ആളിൽ നമ്മൾ അധികമായി നമ്മൾ ചെയ്യണം. അതിന് സഭ തീർച്ചയായിട്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആദ്യം ആ ഭാഗം ഞാൻ പറഞ്ഞു കൊടുത്തു. രണ്ടാമത്, നമ്മൾ വചനത്തിലേക്ക് വരുമ്പം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായി ഗെത്സമനത്തോട്ടത്തിൽ അവിടെ രക്തം വേർത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു വടിയും വാളും തീപ്പന്തങ്ങളുമായിട്ട് ഒരു വലിയ കൂട്ടം വരുന്നത്. എന്നിട്ട് അവർ വന്നിട്ട് ആരെയായി പിടിക്കാൻ വന്നിരിക്കുന്നത്? യേശുവിനെ. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്നവർക്ക് യേശു ആരാന്ന് അറിയത്തില്ല. കാരണം കണ്ടാൽ എനിക്ക് തോന്നുന്നു എല്ലാം ഒരുപോലെ ഇരിക്കുമായിരിക്കും അല്ലേ. എല്ലാം അമ്മ പെറ്റ മക്കളെ പോലെ ഈ 12 പേര് ഇരിപ്പുണ്ട്. ഉടനെയാണ് ഈ 12-ൽ ഒരുത്തൻ തന്നെയാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതാണ് ഏറ്റവും വലിയ കഷ്ടം അല്ലേ. തൻ്റെ കൂടെ ഉണ്ടുറങ്ങി 3.5 കൊല്ലം താൻ പരിശീലിപ്പിച്ചെടുക്കുന്ന ഈ ഒരു ടീം, ഒരു കൊച്ചു ടീമല്ലേ 12 പേര്, ആ ടീമിൽ തന്നെ ഉള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ വിളിച്ചുകൊണ്ടുവരുന്നത്. മാത്രമല്ല അവരുടെ നിന്ന് പുള്ളി ഇച്ചിരി കാശും മേടിച്ചിട്ടാണ്. അപ്പോൾ അതിനെന്ത് നമ്മൾ വിളിക്കും? ഒറ്റിക്കൊടുക്കുക, ബിട്രയൽ എന്ന് പറയും അല്ലേ. അപ്പോൾ യേശുവിൻ്റെ ആ വേദന ആലോചിച്ചു, നീയോ അല്ലേ. പക്ഷേ യേശുവിന് അറിയാത്ത കാര്യമല്ല. ടൂമ്പ് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്യാനുള്ള പോയി പോ, കാശ് മേടിച്ചല്ലേ പോ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം ആ തൻ്റെ തന്നെ ശിഷ്യൻ ഈ പറഞ്ഞ പോലെ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഒന്ന് ഒറ്റിക്കൊടുക്കുന്ന ഒരു സിഗ്നലുണ്ട്. എന്താണ്?
ഞാൻ ആരെ ചുംബിക്കുമോ അവനെ പിടിച്ചോണം. അപ്പം നോക്കിയേ, വന്ന് ഒരു ചുംബനത്താൽ ഒറ്റിക്കൊടുത്തു. അതിലും സങ്കടം അല്ലേ? ആ ചുംബനത്താൽ ഒറ്റിക്കൊടുത്ത് അവർ വന്ന് പിടിച്ചു. അപ്പോഴാണ് തൻ്റെ കൂടെയുള്ള ഒരു ശിഷ്യൻ കാര്യമൊക്കെ പറഞ്ഞാലും മിടുക്കനാണ്. ആരാണ്? പത്രോസ്. പുള്ളി എന്ത് ചെയ്തു? പെട്ടെന്ന് അരയിൽ നിന്ന് വാളിങ്ങൂരി. ഇനി ഓർക്കണം, യേശു തന്നെയാണ് പറഞ്ഞ വാളെടുത്തോളാൻ. പലരും പറയാറുണ്ട്, യേശു തന്നെയല്ലേ പറഞ്ഞ വാളെടുക്കാൻ, എന്നിട്ടിപ്പോൾ വാള് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് പോട്ടെ, ആ വിഷയം തൽക്കാലം വിടാം. വാളെടുത്തപ്പം യേശു അവനോട് പറഞ്ഞൊരു കാര്യം, മത്തായി 26-ാം അധ്യായം 52, 53, 54, മാത്യു 26, 52, 53, 54. ഇത് ദൈവസഭ കേൾക്കേണ്ടുന്ന ഒരു ഹ്രസ്വമായൊരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. വാട്ട് ഷുഡ് ബി അവർ റിയാക്ഷൻ ടു പെർസിക്യൂഷൻ? നമുക്ക് പീഡ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? പ്രത്യേകിച്ച് ദൈവമക്കളുടെ പ്രതികരണം, ദൈവസഭയുടെ പ്രതികരണം എന്തായിരിക്കണം? ഇവിടെ നോക്കിയേ, അവിടെ യേശു അവനോട് വാൾ ഉറയിൽ ഇടുക. വാൾ ഉറയിൽ ഇടുക. ഇതാണ് ആദ്യം ദൈവം പറയുന്നത്. എന്താണ്? വാൾ എടുക്കരുത്. വാൾ എടുക്കുന്ന എന്തിനു വേണ്ടിയാ? ഒന്നേ നിന്നെ ഡിഫെൻഡ് ചെയ്യാൻ എടുക്കാം, അല്ലെങ്കിൽ നിന്നെ ഒഫൻസായിട്ട് നിനക്ക് ഒരെണ്ണെ വെട്ടണമെങ്കിലും എടുക്കാം. പക്ഷെ രണ്ടിനാണെങ്കിലും നീ വാൾ എടുക്കരുത്. വാൾ ഉറയിലെടുക്കുക. അതിൻ്റെ അർത്ഥം ഓക്കെ, കീപ് ഇറ്റ് ബട്ട് ഡോണ്ട് യൂസ് ഇറ്റ്. കർത്താവ് പറഞ്ഞിട്ട് തന്നെ വാൾ കൊണ്ടുവന്നത് ശരിയാണ്, പക്ഷേ വെട്ടാൻ പറഞ്ഞില്ല. എന്നാൽ നമ്മുടെ പ്രശ്നം, നമ്മൾ കർത്താവ് പറഞ്ഞില്ലേലും വാളെടുക്കും, എന്നിട്ട് കിട്ടുന്നവരെയൊക്കെ നമ്മൾ വെട്ടുകയും ചെയ്യും. കർത്താവ് പറയാം, വാൾ അവിടെ ഇട്. നീ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ പിടിച്ചുകൊണ്ടുപോയിരിക്കാൻ വേണ്ടി ഈ പിടിക്കാൻ വന്ന ശത്രുക്കളെ നീ എന്തോ എതിർക്കാൻ പോവാണോ? അതിനാണോ നീ വാളെടുക്കുന്നത്? എന്നിട്ട് അടുത്ത വാക്യം, വാൾ എടുക്കുന്നവർ അല്ല, അതെ, ഓക്കെയും വാളാൽ നശിച്ചു പോകും. അവിടെ ഒരു ചെറിയ ക്ലാസ്സും കൂടെ ഉണ്ട്. വാൾ എടുത്താലേ വാൾ കൊണ്ട് തന്നെ നീ നശിക്കും. ശരിയല്ലേ? ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ ചരിത്രം, വലിയ ഭരണനേതാക്കന്മാരുടെ ചരിത്രം, രാജാക്കന്മാരുടെ ചരിത്രം ഒക്കെ എടുത്തു നോക്കിയാൽ വാളെടുത്തിട്ടുള്ളവരെല്ലാം വാളാൽ തന്നെ നശിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. അത് ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടെയാണ്. അടുത്തത്, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരുമെന്ന് പറഞ്ഞു. കേട്ടോ, അപ്പോൾ ഇവിടെ യേശു ഒരു കാര്യം ഇടയ്ക്കേറി പറയാ. പത്രോസേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ 12 ലഗ്യോൻ എന്ന് പറഞ്ഞൊരു വലിയ കൂട്ടം ദൂതന്മാരെ എന്നെ സഹായിക്കുന്നതിന്, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുന്നതിന്, സംരക്ഷിക്കുന്നതിന് എൻ്റെ പിതാവിനെ അയച്ചു തരാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ സംരക്ഷണം പിതാവിനോട് ചോദിക്കാം, പിതാവ് അയക്കുകയും ചെയ്യും. എന്നിട്ടാണ് പറയുന്നത്, പക്ഷെ ഞാൻ അതിനല്ലല്ലോ വന്നത്. ഞാൻ വന്നത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി എൻ്റെ ജീവനെ കൊടുക്കാനല്ലേ, അല്ലേ? ഇതിനല്ലേ ഞാൻ വന്നത്. അപ്പം എൻ്റെ ആ പ്രവൃത്തിയിൽ നിന്ന് നീ എന്നെ തടയേണ്ട. ഇത് പത്രോസിന് 2ാമത്തെ പ്രാവശ്യമാണ് കൂട്ട് കിട്ടുന്നത്. കാര്യം മുമ്പൊരിക്കൽ പറഞ്ഞു, അതൊരിക്കലും നിനക്ക് സംഭവിക്കുക. ഇവിടെ യേശു എന്താ പറഞ്ഞു? താങ്ക് യു. ആണോ? യേശു എന്താ പറഞ്ഞത്? പുറകോട്ട് തിരിഞ്ഞിട്ട് ഒന്ന് നല്ലവണ്ണം ഭത്സിച്ച് അതിൻ്റെ ഡയഫ്രം അടിച്ചു പോകും, അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ പത്രോസിനെയാണോ പിശാച് എന്ന് വിളിച്ചത്? അല്ല, പത്രോസിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഈ ഒരു ചിന്ത കൊടുത്ത് പറയിപ്പിച്ച ആ പിശാച്. ഇന്നും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ചില പദ്ധതികളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ചില പരിപാടികളുണ്ട്, അല്ലേ? ദൈവത്തിന് ചില നിയോഗങ്ങൾ നമ്മളെക്കുറിച്ചുണ്ട്. അതിലേക്ക് പോകാതെ അതിനെ വഴിതിരിച്ചു വിടുന്ന എന്ത് ആലോചനയാണെങ്കിലും അത് സാത്താന്യമാണ്. അതുകൊണ്ടാണെന്ന് ശാസിച്ചത്. ഇപ്പം നേട്ടെ വാളെടുത്തിട്ട് യേശുവിനെ രക്ഷിക്കാൻ പോവുക. യേശു പറയാം, മോനെ, നീ നിൻ്റെ ഒരു വാളം കൊണ്ടൊന്നുമല്ല, എത്ര ദൂതന്മാരെ വേണേൽ ഇപ്പോൾ ഇറക്കി തരും എൻ്റെ പിതാവ്. പക്ഷെ അതിനല്ലല്ലോ ഞാൻ വന്നത്. ഞാൻ വന്ന കാര്യം നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്കറിയാം, ആ അറസ്റ്റ് വരിച്ച് തന്നെ അങ്ങോട്ട് അവർ കൊണ്ടുപോയി. ഇനി ഇതുകൊണ്ട് തന്നെയാണ് ആ ശിഷ്യന്മാരിത് കണ്ടു, അവർക്കും ആ ഒരു കൾച്ചർ വന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ 5-ാം അധ്യായത്തിൽ 40-ാം വാക്യം വെച്ച്, ആക്ട്സ് ചാപ്റ്റർ 5 വേഴ്സ് 40, അപ്പോസ്തലപ്രവൃത്തിയിൽ 5-ാം അധ്യായം 40-ാം വാക്യം. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു, ഇനിയും യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. മതി. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ആരെയാണ് വരുത്തി അടിപ്പിച്ചത്? വിശ്വാസികളെ അടിച്ചില്ല. ആരെയാണ് അടിച്ചത്? അപ്പോസ്തലന്മാരെ പോലീസുകാർ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി നോട്ടീസ്, ED നോട്ടീസ് വന്നു അപ്പോസ്തലന്മാർക്ക്. അവർ
അതിനൊന്നും മറുപടിയൊന്നും കൊടുത്തില്ല. അവർ നേരെ അങ്ങ് ചെന്നപ്പോൾ എന്ത് ചെയ്തു? ശരിക്കും അടി കിട്ടിയിട്ട് അടുത്തത് എന്ത് ചെയ്തു? ഒരു ഓർഡർ നേരെ കൈ കൊടുത്തു. എന്താണ് ആ ഓർഡർ? ഇനി ഈ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്. നമ്മളായിരുന്നെങ്കിൽ അത് വാങ്ങിച്ച് പോക്കറ്റിട്ട് സ്തോത്രം, അത്രയല്ലേ ഉള്ളൂ. ജാമ്യ വ്യവസ്ഥ ഞാൻ വിചാരിച്ച് വേറെ കുറച്ചുകൂടെ കട്ടിക്കാണ്. ഇനി യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത്, അതല്ലേലും ചെയ്യുന്നില്ല. ഇന്ന് അങ്ങനെ ഒരു നോട്ടീസ് നമ്മുടെ തന്നവന്നാണം കിട്ടും. കാര്യം നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ നാളെ തൊട്ട് യേശുവിനെ എങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നതിന് കൈപോക്കിക്കേ അല്ലേ? യേശുവിനെ പ്രസംഗിക്കാത്തവർക്ക് എന്തിനാ ഇങ്ങനെ നോട്ടീസ് തരുന്നത്? അവർ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടായി അടി കിട്ടിയത്. ഇന്ന് നമ്മൾ പ്രസംഗിക്കാത്തതിൻ്റെ കാര്യം എന്താ? ഒന്നീ അടിവിട്ടു, ഒന്നും പേടി അല്ലേ? പക്ഷേ ഇനിയത്തെ കാലത്ത് പ്രസംഗിച്ചാലും ഇല്ലെങ്കിലൊക്കെ അടി കിട്ടുമെന്ന് ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പേടിപ്പിക്കാൻ പറയല്ല, സത്യം പറയുക അല്ലേ? സോ ഇവിടെ ഇനി മേലാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത്. ശരി, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷിച്ചു പോയെന്നല്ല. അടുത്ത വാക്യം, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. കണ്ടോ, അവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയത് എങ്ങനെയാ? സന്തോഷം. അവര് കോടതിയിൽ നിന്ന് ഇറങ്ങി പോയത് എങ്ങനെയാ? സന്തോഷിച്ച. കോടതി വെളിയിൽ എല്ലാവരും പൂമാലയായിട്ട് നിൽക്കുമെന്ന് കണ്ടിട്ടുള്ള സന്തോഷമല്ല. സന്തോഷിച്ചാൻ ഒറ്റ കാരണമേ ഉള്ളൂ, തിരുനാമത്തിന് വേണ്ടി അപമാനമേൽക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. ഇതായിരുന്നു അപ്പോസ്തലിക സഭയുടെ സന്തോഷം. യേശുവിൻ്റെ നാമം നിമിത്തം അപമാനിക്കപ്പെടുവാൻ, അല്ലെ, അപമാനം സഹിക്കുവാൻ യോഗ്യരായിട്ട് ഞങ്ങളെ കണ്ടോ കർത്താവേ? അയ്യോ, ഈ ഞങ്ങളെ നീ അതിന് യോഗ്യരായിട്ട് കണ്ടോ? എന്തിന്? അപമാനം സഹിക്കാൻ. ഇന്ന് നമ്മളെല്ലാം പറയുന്നത്, ആരെങ്കിലും നമ്മൾ അപമാനിച്ച് വിടുവോ? ഇന്ന് നമ്മളെല്ലാം പറയുന്ന ചില റൈറ്റ്ഫുൾ റൈറ്റ്സ് ഉണ്ട്. എന്താണ്? നമ്മുടെ ന്യൂനപക്ഷാവകാശം, അടുത്തത് പൗരാവകാശം, പിന്നെന്താണ്? അല്ല, സ്ത്രീകളെ വല്ലതും തൊട്ടെങ്കിൽ പിന്നെ അത് വേറെ അല്ലേ? എന്തൊക്കെ അവകാശങ്ങളാണ് അവിടെ പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ അവകാശങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ കോടതിയെ വാദിക്കുന്നത്. ഈ അവകാശങ്ങളൊക്കെ പറഞ്ഞാണ് പോലീസുകാരോട് വഴക്കിടുന്നത്. ഈ അവകാശങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ. പക്ഷേ അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ഒരു അവകാശവും പറയാനില്ല. അവർ പറഞ്ഞ എന്താണെന്നറിയാമോ? ഷോ, ഇങ്ങനൊരു യോഗ്യത ഞങ്ങൾക്ക് തന്നല്ലോ, അപമാനം സഹിക്കുവാൻ. കർത്താവേ, അങ്ങയുടെ നാമം നിമിത്തം അപമാനം സഹിക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യത തന്നല്ലേ കർത്താവേ. പണ്ടൊരിക്കൊരു മിഷണറി, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കുതിരപ്പുറത്ത് രാവിലെ ഇറങ്ങി എല്ലാവരും സുവിശേഷം പറഞ്ഞിങ്ങനെ പോകുന്ന, പട്ടണം തോറും പോകുന്ന ആളാണ്. അപ്പോൾ പോകുന്നിടത്തൊക്കെ പുള്ളിക്ക് ഏറും അടിയൊക്കെ കിട്ടും. ഒരു ദിവസം രാവിലെ ഇറങ്ങി ഒത്തിരി ശുശ്രൂഷയെ കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിലോട്ട് കുതിരപ്പുറത്ത് വരിക. പെട്ടെന്നാണ് ഓർത്തത്, കർത്താവേ, ഇന്നെനിക്ക് ആരും അടിയും ഏറും ഒന്നും കിട്ടിയില്ലല്ലോ. പെട്ടെന്ന് പുള്ളി കുതിര അവിടെ നിർത്തി പാർക്ക് ചെയ്ത് ചാടി ഇറങ്ങി മുട്ടുകുത്തി ഉറക്ക് മുകളിലോട്ട് നോക്കി ഒറ്റ കരച്ചിൽ, കർത്താവേ, ഞാൻ എന്ത് പാപം ചെയ്ത്, ഇന്ന് ഒരുത്തരും എന്നെ അടിച്ചില്ല, ആരും കല്ലും മരി എറിഞ്ഞില്ല. പെട്ടെന്നൊരു കുറ്റിക്കാട്ടി ഇരുന്നുകൊണ്ടാണ് പുള്ളി ഇത് നിലവിളിച്ച്. അപ്പുറത്തൊരു കുറ്റിക്കാട്ടി 2-3 പേര് ഇരിപ്പുണ്ടായിരുന്നു. ദാണ്ട പോന്നറ അപ്പിടാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്ന് കൈ കിട്ടിയെടുത്ത് എറിയാൻ തുടങ്ങി. ഇയാൾ ചാടി കയറി കുതിരയെ കയറി സ്വത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഒരു ദിവസം അടി കിട്ടിയില്ലെങ്കിൽ, ഒരു ദിവസം ഏറ് കൊണ്ടില്ലെങ്കിൽ അയാൾക്ക് എന്തോ പാപം ചെയ്തോന്നായിരുന്നു അയാളുടെ സംശയം. ഇന്ന് നമ്മളോ രാത്രി കിടക്കാൻ നേരത്ത്, കർത്താവേ, ഇന്ന് ഏറൊന്നും കിട്ടാത്തതിനായിട്ട് സ്തോത്രം. എങ്ങനെ കിട്ടും? ഒന്നും ചെയ്തില്ലല്ലോ പകല് അല്ലേ? ഇതൊക്കെയായിരുന്നു അന്നത്തെ മിഷണറിമാരുടെ ജീവിതം. ചൈനീസ് ഈ പെർസിക്യൂഷൻ്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ അറിയാം. ഈ പലരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കണ്ടമാനം പീഡിപ്പിക്കും, ജയിലിലും ഒക്കെ ചില ക്യാമ്പുകളിലൊക്കെ കൊണ്ടിട്ട് അവരെ കണ്ടമാനം പീഡിപ്പിക്കും. അപ്പോൾ പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പം ചിലരെ വിട്ടേക്കും. അപ്പോൾ വിടപ്പെട്ടവരുണ്ടല്ലോ, അവർ കിടന്ന് ഭയങ്കര കരച്ചിൽ, ഞങ്ങളെ പിടിച്ചില്ലല്ലോ, ഞങ്ങളെ കൊണ്ടുപോയില്ലല്ലോ, ഞങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ, ഞങ്ങളെ അറസ്റ്റ് ചെയ്തില്ല, ഞങ്ങളെന്തോ പാവികളാണെന്നോ എന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത ലോട്ടിലെങ്കിലും ഞങ്ങളെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? അവർ മുന്നിൽ നിൽക്കുക, ഞങ്ങളെയും കൊണ്ടുപോയി പീഡിപ്പിച്ചോ. കാര്യം കർത്താവിൻ്റെ നാമത്തിൽ പീഡ ഏൽക്കട്ടെ. അതിൻ്റെ അർത്ഥം ദ ചൈനീസ് ചർച്ച് ദേ വർ റെഡി ടു ബി പെർസിക്യൂട്ടഡ്. ഇന്ത്യയിലെ സഭ, കേരളത്തിലെ സഭ എന്താ പ്രിയപ്പെട്ടവരെ? ഇത് യഥാർത്ഥ ദൈവവചനമാണ്. ഇതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. ഇത് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണ്. ഈ കമ്മ്യൂണിസം ചൈനയെ കീഴടക്കുന്നതിന് മുമ്പ് അവിടെ സഭ പെട്ടെന്ന് വളർന്നു.
അന്ന് വെസ്റ്റേൺ മിഷണറിമാർ, സായിപ്പന്മാർ, ഇവർ വന്ന് യേശുവിനെ പറ്റി പറഞ്ഞ് എല്ലാം അങ്ങ് സൂചിപ്പിച്ച് അവരെല്ലാം അങ്ങ് യേശുവിലായി സന്തോഷമായിട്ടിരുന്നു. പെട്ടെന്ന് കമ്മ്യൂണിസം പിടിച്ചടക്കിയപ്പോഴത്തേക്കും മിഷണറിമാരെല്ലാം നാട് കടത്തി. ഈ വിശ്വാസത്തെ അങ്ങോട്ട് അടിച്ച് പീഡിപ്പിക്കാൻ തുടങ്ങി, എല്ലാവരെയും പിടിച്ച് അകത്താക്കി. അപ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ ഈ മിഷണറിമാരെയാണ് അവർ കുറ്റപ്പെടുത്തിയത്. ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തിയപ്പം ഇങ്ങനെ കഷ്ടം വരുമെന്നൊരു വാക്ക് നിങ്ങൾ പറയാത്തത് എന്താ? നിങ്ങൾ ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കാത്തത് എന്താ? അങ്ങനെയൊന്നും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ഒരുങ്ങിയെങ്കിലും ഇരുന്നേനെ. നമ്മുടെയും പ്രശ്നം എന്താ? നമ്മൾ യേശുവിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ കൊണ്ടുവരുന്നത്? പ്രത്യേകിച്ച് ഔട്ട്റീച്ചിലൊക്കെ പോകുന്നവർ ഓർത്തോണം. നിങ്ങളെ ഓരോരുത്തരോട് യേശുവിനെ പറ്റി പറഞ്ഞൊക്കെ കൊണ്ടുവരുമ്പോഴേ നിങ്ങൾ എന്ത് പറഞ്ഞാൽ കൊണ്ടുവരും? ഇങ്ങ് വന്നാൽ മതി, പിന്നെ നല്ല സുഖമാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഇത് പറഞ്ഞ് കൊണ്ടുവന്നാൽ അവർ നാളെ ചീത്ത വിളിക്കും നിങ്ങളെ. തള്ള, നിങ്ങളിത് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ബ്രദറെ, ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാ ശനിയാഴ്ചയും വൈകിട്ട് വണ്ടിയായിട്ട് വരും, വന്ന് ഞങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവസാനം ഈ പറഞ്ഞില്ല, ഇത് മാത്രം പറഞ്ഞില്ല. ഇന്ന് കേട്ടത് ഓർത്തോണം, അടുത്ത ഔട്ട്റീച്ച് ഇതായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. യേശുവിലേക്ക് വന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുമെന്നല്ല വിളിച്ചുകൊണ്ട് വരട്ടെ, അത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അപമാനം ഏൽക്കേണ്ടി വരും, നമുക്ക് പീഡകൾ ഏൽക്കേണ്ടി വരും, ഒറ്റപ്പെടുത്തും, വിടക്കം നെണ്ണും, പേരുവെട്ടും, അല്ലേ? ന്യായമായ നമ്മുടെ അവകാശങ്ങൾ നിരാകരിക്കപ്പെടും. പല പല കാര്യങ്ങളുണ്ട്. അതും കൂടെ പറഞ്ഞു വേണം നമ്മൾ ഇനിയത്തെ കാലത്ത് സുവിശേഷം പറയുമ്പം ഇതും കൂടെ ആ പാക്കേജ് ഉൾപ്പെടുത്തിയേക്കണം. അല്ലാതെ നന്മ മാത്രം, സമൃദ്ധി മാത്രം പറഞ്ഞ് പൊക്കളരുത് പ്രിയപ്പെട്ടവരെ. ശരി, അവിടെ അവർ സന്തോഷിച്ചും കൊണ്ട് പുറപ്പെട്ടു പോയി. 42-ാം വാക്യം, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്തായിരുന്നു ജാമ്യ വ്യവസ്ഥ? ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്. അവരെന്ത് നന്നായിട്ട് അനുസരിച്ചെന്ന് നോക്കിയേ. അവരെന്ത് ചെയ്തു? ജാമ്യ വ്യവസ്ഥ കൈ കിട്ടിയ ഉടനെ ഓർഡർ ഒന്ന് വായിച്ചു നോക്കി. ആ ശരി, പോക്കറ്റിൽ ഇട്ടു. എന്നിട്ട് കൈവക്കി ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടാണ് അവർ വീട്ടിൽ പോയത്. വീട്ടിൽ പോയി അന്ന് രാത്രി കിടന്ന് ഉറങ്ങി, കാരണം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തുടങ്ങി. എന്താണ്? എവിടെയൊക്കെ പോയി? ഡെയിലി ദേവാലയത്തിലും വീടുതോറും വിടാതെ എന്ന് പറഞ്ഞാൽ ആരെയും വിട്ടില്ല, ബാക്കി ചെന്ന് എന്ത് ചെയ്തു? ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കണ്ടോ? ഹൗസ് ടു ഹൗസ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവരോട് കൽപ്പിച്ചിട്ട് പോയ ആരാ? യേശുവാ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെടും, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവിൻ. സോ കർത്താവ് നമ്മളെ അധികാരം തന്നാണ് അയക്കുന്നത്. 2, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം കേട്ടോ, പഠിച്ചുപോയി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങളെൻ്റെ സാക്ഷികളാണ്. അപ്പം അധികാരം സുവിശേഷം പറയാൻ തന്ന് നമ്മളെ അയക്കുന്നു. 2, ശക്തിയും തന്ന് അയക്കുന്നു. അധികാരവും ശക്തിയും ലഭിച്ചു പോയപ്പം അവരൊരിക്കൽ ചോദിച്ചു, ഞങ്ങളുടെ ദൈവത്തെക്കാട്ടിലും നിങ്ങളെ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇതൊന്ന് പഠിച്ചോണം. നമ്മൾ ഈ രാജ്യത്താണ് ജീവിക്കുന്ന, സിവിൽ അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം, കാര്യമൊക്കെ ശരി. പക്ഷെ അതിനൊക്കെ മുകളിലൊരു അധികാരമുണ്ട്, അത് ദൈവത്തിൻ്റെ അധികാരമാണ്. ആ അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? ഇന്ന് നമ്മളിങ്ങനൊരു ഒരു ഓർഡർ കിട്ടാൻ കാത്തിരിക്കുക, സഭ പൂട്ടിപ്പോവാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂസൈഡ് വേല നിർത്താൻ, അല്ലേ? പ്രത്യേകിച്ച് ഇപ്പം കോവിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അടുത്ത ആഴ്ച ഇവിടെ കാണത്തില്ല. ഇതാണ് ഇന്നത്തെ ഒരു പ്രശ്നം, അല്ലേ? ഒരു വൈറസിന് നമ്മളെ പൂട്ടാൻ പറ്റി. അങ്ങനെയെങ്കിൽ നാളെ പീഡ വരുമ്പം എത്ര പേര് നിൽക്കുമെന്നുള്ളത് പീഡ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, wherever the church was persecuted, the church grew. ഇത് കേട്ടിട്ടുണ്ടോ? സഭ പീഡിപ്പിക്കപ്പെട്ടിടത്തെല്ലാം സഭ വളർന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, അത് പാർഷ്യലി ശരിയാണ്, അതിനകത്ത് പാർഷ്യലി റോങ്ങുമാണ്. എങ്ങനെയാണെന്നറിയാമോ? ചരിത്രം പഠിച്ചാൽ സഭ വളരുക മാത്രമല്ല, സഭ പൂട്ടിക്കെട്ടി പോയിട്ടുമുണ്ട്, അനേകർ പിന്മാറ്റത്തിൽ പോയിട്ടുമുണ്ട്. ക്രൈസ്തവ രാജ്യങ്ങളെന്ന് പറഞ്ഞ പല രാജ്യങ്ങൾ ഇന്ന് ക്രൈസ്തവമല്ല. ഒരു കാലത്ത് ഇന്ന് മറ്റ് ചില രാജ്യങ്ങളും നമ്മൾ പറയുന്ന രാജ്യങ്ങൾ, നല്ല ക്രൈസ്തവ രാജ്യങ്ങളിൽ ക്രൈസ്തവ സഭകളും ഉണ്ടായിരുന്നു. പക്ഷെ വലിയ പീഡ വന്നപ്പോൾ എന്തു പറ്റി? ക്രിസ്ത്യാനികൾ നിന്ന് പിടിച്ചില്ല, പലരും മതം മാറി തിരിച്ചുപോയി, അല്ലെങ്കിൽ പുതിയ മതങ്ങളിലേക്ക് ചേർന്നു.
ഇങ്ങനൊരു ചരിത്രവും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് പീഡ വന്നാൽ സഭ വളരുമെന്ന് മാത്രം പറയരുത്. പീഡാസമയത്ത് കർത്താവിനെ വിട്ടുപോയവരുടെ ചരിത്രവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിതിൽ ഏത് കൂട്ടത്തിലായിരിക്കും? പീഡിപ്പിക്കപ്പെടുമ്പോഴും വളരുന്ന ഒരു സഭയായിട്ട് നമ്മൾ നിൽക്കുമോ, അതോ പീഡ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പോകുന്ന സഭയായിട്ട് നമ്മൾ മാറുമോ? പൗലോസും ശീലാസും നമുക്കറിയാം, അവർ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഫിലിപ്പിയിൽ അവർ ചെയ്ത കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ 16-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 16:22 ഓൺവേർഡ്സ്, 22 മുതൽ വായിക്കുമ്പം പുരുഷാരവും അവരുടെ നേരെ ഇളകി. ഇപ്പം എന്തായി? ജനങ്ങളും കൂടെ ഇളകി. ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതാ. അധികാരികളും പോലീസുകാരും പട്ടാളക്കാരും ഒന്നും ആകത്തില്ല, പുരുഷാരം അങ്ങ് ഇളകും. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്നില്ലേ, ഒരു ചർച്ച അടിച്ചു ചേർക്കാൻ വേണ്ടി പോലീസുകാരാണോ പോകുന്നത്? അല്ല, അല്ലേ? കുറേ ജനങ്ങൾ അങ്ങ് ഓടിക്കേറി ചെല്ലുക. ഇനി അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു വലിയ പുരുഷാരം ഇളകി, ഇവിടെ പറ്റത്തില്ല, ഇവിടെ ഇനി ആരാധിക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇനി സുശേഷം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങും, അല്ലേ? അങ്ങനെ പുരുഷാരം ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ്. ആണ്ടോ, അത് അധിപതികളാണ്. അതിനുവേണ്ടി അധികാരമുള്ളവരാ ചെയ്ത്. അവരെന്ത് ചെയ്തു? വസ്ത്രം പിടിച്ചങ്ങ് പറിച്ചുരിഞ്ഞ്. അടുത്തത് കോൽ കൊണ്ടവരെ അടിപ്പാൻ കൽപ്പിച്ചു. കണ്ടോ, അധികാരികൾ കൽപ്പന കൊടുത്തു. ഇവരെന്ത് ചെയ്തു? ഇവരെ സ്ട്രിപ്പ് ചെയ്ത് ഇവരുടെ വസ്ത്രം ഉരിഞ്ഞ് കളഞ്ഞിട്ട് അവരെ അടിക്കണം. അതൊക്കെ ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ഇത്രയും വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെയൊക്കെ ഒരു ഉടുപ്പൂരി എന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടാ. പണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ആണുങ്ങളുടെ ഉടുപ്പൂരികളെയും വലിയ നാണക്കേടാ, അല്ലേ? ഇന്നിപ്പോൾ ഒരു ഉടുപ്പൊക്കെ ഊരുക എന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടാ. പക്ഷേ അവരുടെ വസ്ത്രം മുഴുവൻ ഊരി എന്ത് ചെയ്തു? അവരെ കോൽ കൊണ്ട് നല്ലവണ്ണം അറിഞ്ഞങ്ങ് അടിച്ചു. അടുത്തത് അവരെ വളരെ അടുപ്പിച്ച ശേഷം. അവരെ എത്ര അടിച്ചു? വളരെ. എണ്ണം പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നല്ലവണ്ണം പെരുമാറി. ശരി, അടുപ്പിച്ച ശേഷം തടവിൽ അടിച്ചിട്ടങ്ങ് വിട്ടാൽ പോരെ. ചിലരുടെ കേസിലൊക്കെ അടിച്ചിട്ട് വിട്ടിട്ടുണ്ട്. മതി ഒന്ന് കുറേ 40, മതി, പോ, വീട്ടിൽ പോ. ഇതല്ല, ഇത് ഇത്രയും അടി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? തടവിൽ. അത് എവിടുത്തെ തടവിൽ? അല്ല, സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇവരെന്തോ വലിയ കൂടിയ ക്രിമിനൽസ് വല്ലതും ആണോ? ഇവരെ അവിടെ നിന്ന് ഇറക്കി ബലം പിടിച്ച് ഇറക്കിക്കൊണ്ടുപോകാൻ വല്ലവരും വരുമെന്ന് വിചാരിച്ചു. ഇത്രയ്ക്ക് ഇവർക്ക് വലിയ സെക്യൂരിറ്റി അകത്തെ പ്രസനെ കൊണ്ടാക്കുന്ന കാര്യം എന്താ? അടുത്തത്, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട്. കണ്ടോ, ഓർഡറിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതും കൂടെ ഉണ്ട്. എന്താണ്? അകത്തുകൊണ്ട് സൂക്ഷിച്ചാണ് കാര്യം. പ്രശ്നമാണ്. ഉടനെ അയാളെന്ത് ചെയ്തത്? കാലും കൂടെ പിടിച്ച് രാമത്തി വെച്ചങ്ങ് സ്ക്രൂ പൂട്ടി. ചുരുക്കി പറഞ്ഞാൽ കാലും അനക്കാം. നല്ലവണ്ണം ശരീരം മുഴുവൻ അടിച്ച് മുറിവേറ്റു. ഇനി അടിച്ചു എന്നേ അവിടെ ഉള്ളൂ. പിന്നീട് നമുക്കറിയാം, അവരുടെ മുറിവുകളെ രാത്രി തന്നെ കെട്ടി മരുന്ന് വെച്ചിട്ടാണ് പോയി സ്നാനക്കുളത്തിൽ ഇവരെ സ്നാനപ്പെടുത്തിയായിട്ട് വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം അടിച്ച് ദേഹം മുഴുവൻ മുറിച്ചു. എന്നിട്ട് ഇവരെ കാലനക്കാൻ കഴിയാതെ വണ്ണം ആമത്തിലിട്ട് പൂട്ടി. മറ്റാരുമായിട്ട് സംസർഗമില്ലാതെ അങ്ങ് അകത്താ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നിട്ട് അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കണ്ടോ, രാത്രി ഇത്രയും അടി കൊണ്ട് ദേഹം മുറിഞ്ഞ് കാലനക്കാൻ വയ്യാതെ ആമത്തിലിട്ട് അകത്തെ തടവിലാക്കിയിരിക്കുമ്പം നല്ലവണ്ണം ശരീരം വേദനിക്കുന്നു. വസ്ത്രമില്ല, അല്ലേ? അപമാനം, ഇതിപ്പര അപമാനമില്ല. 2 പുരുഷന്മാരെ ഇത്രയും അപമാനിച്ചിട്ട് അവരവിടെ നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? നാളെ രാവിലെ ജാമ്യം എടുക്കുക. ആരായിരിക്കുമോ വരുന്നത്? ഗാർഡായിട്ട് നിൽക്കുന്ന, സാറേ ഒരു മിനിറ്റ്, ആ ഫോണൊന്ന് തരുമോ, ഞാൻ ഒന്ന് വിളിച്ചോട്ടാ. ഇപ്പം എന്നെ പിടിച്ച് അകത്തിട്ട ഞാൻ ആരെയായിരിക്കും വിളിക്കുന്നത്? ഫോൺ. നമ്മളവിടെ കിടന്നുകൊണ്ട് ആലോചിക്കുന്ന നാളെ ആരായിരിക്കും എന്നെ വന്ന് ജാമ്യത്തിലെടുക്കുന്നതെന്നുള്ള. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജാമ്യത്തുകയെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കാൻ എന്ത് വഴി? അല്ലെങ്കിൽ ആരെ പിടിച്ചാൽ കിട്ടും? അല്ലെങ്കിൽ ഏത് MLA വിളിക്കണം, ഏത് മന്ത്രിയെ വിളിക്കണം, ഏത് രാഷ്ട്രീയക്കാരനെ വിളിക്കണം? ഇതായിരിക്കും രാത്രി മുഴുവൻ നമ്മുടെ ചിന്ത. പക്ഷേ ഇവർക്ക് 2 പേർക്കും ആര് ഇറക്കാൻ വരുമെന്നോ, ഈ പറഞ്ഞ പോലെ എങ്ങനെ നാളെ ഇവിടുന്ന് പോകുമെന്നോ, എന്നിവിടുന്ന് പോകുമെന്നോ ഒരു പിടിയില്ല. അവരവിടെ നേരത്തെ വായിച്ച പോലെ, കർത്താവേ അങ്ങയുടെ നാമത്തിൽ അപമാനം ഏൽക്കുവാൻ ഞങ്ങളെ യോഗ്യരെന്ന് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരങ്ങോട്ട് രാത്രി ഒരു പാട്ടും പ്രാർത്ഥനയും അങ്ങ് തുടങ്ങി, അല്ലേ? അവർക്ക് ദൈവത്തോടുള്ള നന്ദി അല്ലാതെ വേറൊന്നുമില്ല. അവർക്ക് ആരോടും പരാതിയില്ല, അവരാരെയും കുറ്റപ്പെടുത്തിയില്ല, അല്ലേ? അവരവിടെ പാട്ടുപാടി പ്രാർത്ഥിച്ചു. തടവുകാരൊക്കെ ശ്രദ്ധിച്ചു. ഇനി അതിൻ്റെ ബാക്കി കഥ ഞാൻ പറയുന്നില്ല. നമുക്കറിയാം,
സ്വർഗത്തിന് ഇനി അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഈ പാട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും സ്വർഗം ഒന്ന് ഉണർന്നു, അവിടെ ഒന്ന് കുലുക്കി, ഈ ചങ്ങലയും ഇതൊക്കെ അഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണി ഓടി വന്ന് കാലിൽ വീണു, എന്നിട്ട് വിളിക്കുക സേഴ്സ്, ഇംഗ്ലീഷിൽ സേഴ്സ്, മലയാളത്തിൽ യജമാനന്മാരെ. നേരത്തെ ഇങ്ങോട്ട് നടയടിച്ച് കയറ്റിയപ്പം എന്തായിരിക്കും വിളിച്ചത്? അപ്പോഴും വിളിച്ചു കാണും, പക്ഷെ സാറെന്നല്ല വിളിച്ചത്. നമ്മളാണെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ നേരത്തെ അതല്ലല്ലോ വിളിച്ചത്, ഇങ്ങോട്ട് കയറിയപ്പം സാർ അതല്ലല്ലോ വിളിച്ചത് എന്നെ, ഇപ്പം യജമാനെ എന്നൊക്കെ വിളിക്കുന്നല്ലോ. നമ്മളെ എത്ര ചീത്ത വിളിച്ചാലും അവർ പിന്നെ യജമാനാന്ന് വിളിക്കും. പക്ഷേ ദൈവപ്രവൃത്തി കണ്ടാലേ അവർ വിളിക്കത്തുള്ളൂ, അല്ലാതെ ഭരണം മാറുമ്പോഴൊന്നും വിളിക്കത്തില്ല. ദൈവപ്രവൃത്തി കണ്ടാൽ യജമാനന്മാരേന്ന് വിളിച്ചവർ ഇവരിത് പിന്നിൽ സ്നാനപ്പെട്ട് ഇവർ സഹോദരങ്ങളായിട്ട് മാറി. സ്തോത്രം. പിന്നെ അവിടെ യജമാനും ഒന്നുമില്ല, അവർ ക്രിസ്തുവിൽ സഹോദരങ്ങളായിട്ട് മാറി. കാര്യം ആ ജയിലറും കുടുംബവും സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ട് കാലും കൈയൊക്കെ മുറിവൊക്കെ കഴുകി കെട്ടി, എന്നിട്ട് അടുത്തുള്ള ഏതോ കുളത്തിലോ ആറ്റിലോ തോട്ടിലോ എവിടെ കൊണ്ടുപോയി ഇവരെ സ്നാനപ്പെടുത്തി തിരിച്ച് ക്വാർട്ടേഴ്സിൽ വന്ന് മോഡം ബ്രെഡും പഴവും കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട് അവിടെ അടുത്ത പാര എഴുതിയിട്ടുണ്ട്, നേരം പുലർന്നപ്പോൾ. അതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് എത്ര സമയത്തിനകത്താ? അർദ്ധരാത്രിക്ക് ശേഷമെന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പം എത്രയായി? നേരം വെളുത്തു. അർദ്ധരാത്രിക്ക് നേരം വെളുത്തിനിടയ്ക്ക് എത്ര മണിക്കൂറുണ്ട്? ആ മണിക്കൂറിനകത്ത് ഇത്രയും കാര്യങ്ങൾ നടന്നു. നമ്മളും അർദ്ധരാത്രിക്ക്, നിങ്ങൾ പലരും ഓൺലൈനിലൊക്കെ ഇരിപ്പുണ്ട്, 1 മണിക്ക് 2 മണിക്കുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേരെ നിങ്ങളൊക്കെ മുട്ടുമേ നിന്ന് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ഈ തിരുവനന്തപുരം പട്ടണത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പ്രദേശത്തിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി 1 മണിയുടെ യാമത്തിലും 2-ാം മണി യാമത്തിലും 3-ാം മണിക്കും നിങ്ങളിരിക്കുന്നത് വേദോത്സവം കൊണ്ടല്ല, മുട്ടുമേലും അല്ല, നിങ്ങൾ ഫോണും കൊണ്ടായിരിക്കുന്നതെന്നുള്ള അറിയാം. ഇവിടെ എല്ലാം ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ നമ്മോട് പറഞ്ഞത്, നമ്മളെ പഠിപ്പിച്ചത് അതാണ് അവിടുത്തെ ബേസ്. അത് ഈ ശിഷ്യന്മാർ കേട്ടു. ഏതാണ്? 5-ാം അധ്യായം 44-ാം വാക്യം, മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 44. അവിടെ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അല്ലേ? നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും പ്രാർത്ഥിക്കും. പക്ഷെ എന്താണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവെ ഇടുത്തി എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും പ്രാർത്ഥിക്കും. വെച്ചിട്ട് കൂടിച്ചത് തന്നെ പ്രാർത്ഥിക്കല്ലേ? അതല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇടുത്തിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? ഇല്ല. ഡു വി ഹാവ് എനിമീസ്? ഡെഫിനറ്റ്ലി വി മേ ഹാവ് എനിമീസ്, എസ്പെഷ്യലി. പക്ഷേ ഇത് ഞാൻ താഴ്ത്തു വരുമ്പോൾ പറയാം, ഇതൊക്കെ എന്ത് നിമിത്തമുള്ള ശത്രുതയാ? പേഴ്സണൽ അല്ല, സുവിശേഷം നിമിത്തം, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം അങ്ങനെ ഉണ്ടാവുന്ന ശത്രുക്കളാ, അങ്ങനെ ഉണ്ടാകുന്ന പീഡ. അതാ നമ്മളീ പറഞ്ഞു വരുന്നത്. അല്ലാതെ വല്ല ഞാൻ അടിമേടിച്ചാൽ അത് കയ്യിരിപ്പുണ്ടാ, അത് സുവിശേഷം നിമിത്തമൊന്നുമല്ല. പണ്ട് കേബ്രം സാറ് പറഞ്ഞൊരു കഥ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ ഓൺലൈനായതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വിടുന്നു, അത് പിന്നെ വേറെ പ്രശ്നമാവും. പണ്ടെനിക്കൊരു ഉപദേശി ഒരു വർക്കേഴ്സ് മീറ്റിങ്ങിന്, ഒരു മാസയോഗത്തിന് വന്ന് എഴുന്നേറ്റെന്ന് വലിയ സാക്ഷ്യം പറഞ്ഞു. ആലപ്പുഴ ഭാഗത്തു നിന്നാണ് പുള്ളി വന്നത്. എൻ്റെ സൗകര്യങ്ങളെ എന്നെ ആപം മാരാട്ടിച്ചൊരു മരത്തെ പിടിച്ച് കെട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അങ്ങ് പറയാം. അപ്പോൾ എല്ലാവരും കൂടി അയ്യോ. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന വലിയ പാസ്റ്റർക്ക് ഒരു സംശയം, ഇത്രയൊക്കെ ഇയാളായിട്ട് അടിക്കണമെങ്കിൽ അത് യേശു നിമിത്തവും സുശേഷ നിമിത്തവും ആവാൻ വഴിയില്ല. അപ്പോൾ അയാൾ പതുക്കെ ചോദിച്ചു, ആ പാസ്റ്ററോട് ചോദിച്ചു, അപ്പോഴേ എന്തുമായിരുന്നു അന്നാ ചന്തയിൽ ചെന്ന് പ്രസംഗിച്ചേ? അപ്പോൾ ആലപ്പുഴ ചന്തയിൽ ചെന്ന് പുള്ളി പ്രസംഗിച്ചു. അപ്പോൾ അവിടെ അപ്പുറത്ത് നിന്ന് മറ്റൊരു മതത്തിൽപ്പെട്ട ആൾ യേശുവിനെ അല്പം മോശമായിട്ടൊന്ന് ഒരു വാക്ക് പറഞ്ഞു. പുള്ളി അത് കേട്ടപ്പോൾ എൻ്റെ യേശുവിനെ പറ്റി പറഞ്ഞോ? അയാൾ അതിനും കട്ടിയായിട്ടൊരു മറുപടി അങ്ങ് തിരിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് പുള്ളി ഒരു മരത്തിലോട്ട് കെട്ടി എല്ലാവരും കൂടെ അങ്ങ് പെരുമാറി. അതാണ് സംഭവം. ആ പുള്ളിക്ക് അടി കിട്ടിയത് യേശു നിമിത്തമാണോ? അല്ല, പുള്ളിയുടെ കയ്യിരിപ്പ് നിമിത്തമാണ്. അപ്പോൾ അടി കിട്ടുമ്പോൾ ഓർത്തോണം, യേശു നിമിത്തമാണോ കയ്യിരിപ്പ് നിമിത്തമാണോ? അല്ലേ? അത്രയും പറഞ്ഞ് ഞാൻ അതങ്ങ് വിടുന്നു ആ കഥ.
അത് പറയാനാണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, പോട്ടെ. അപ്പം ഇവിടെ ഇങ്ങനെ പറഞ്ഞ കർത്താവ് പറയുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, ക്രൂശിൽ അത് പാലിക്കുകയും കൂടെ ചെയ്തു, അല്ലേ? യേശുവിൻ്റെ ക്രൂശ് ചെയ്യുന്ന സമയത്ത് ക്രൂശി കിടന്നുകൊണ്ട് 7 മൊഴികൾ എന്നൊക്കെ നമ്മൾ പറയും. അത് 7ൽ 3 പ്രാർത്ഥനയായിരുന്നു. അതിലൊരു പ്രാർത്ഥന എന്തായിരുന്നെന്ന് അറിയാമോ? ലൂക്കോസ് 23:34 വായിച്ചാൽ അറിയാം. ലൂക്ക് 23:34. ഫാദർ forgive them for they know not what they do. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ പറയും അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയാമായിരുന്നല്ലോ. പലപ്പോഴും ഈ സുവിശേഷത്തെ എതിർക്കുന്നവരും സഭയെ പീഡിപ്പിക്കുന്നവരും അവർ ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർക്കും ഒരു അന്ധതയുണ്ടെന്ന് ഓർക്കണം, അല്ലേ? ആ അന്ധത നിമിത്തമാണ് അവർ നമ്മളെ പീഡിപ്പിക്കുന്നത്. അപ്പം അവരോട് നമുക്ക് ഇത്രയേ ഉള്ളൂ, പിതാവേ അവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, അല്ലേ? അത് തന്നെയാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും ആ സ്തേഫാനോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 60-ാം വാക്യം. അവിടെ സ്തേഫാനോസ് കൂർത്ത കല്ല് വന്ന് തൻ്റെ ദേഹത്ത് പതിച്ച് താന്താ മരിച്ചു വീഴുക. പക്ഷെ അവസാനമായിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, മുകളിലോട്ട് നോക്കി യേശുവോട് എഴുന്നേറ്റിരിക്കുന്ന കണ്ടു, അല്ലേ? ആദ്യത്തെ രക്തസാക്ഷി വരാൻ നേരത്ത് കൈ കൊടുത്ത് സ്വീകരിക്കാൻ വേണ്ടി യേശുവോട് അങ്ങ് എഴുന്നേറ്റു, അല്ലേ? നമുക്കൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എങ്ങനത്തെ സ്വീകരണമായിരിക്കും? യേശുവോട് കസേരയിൽ ആ വന്നോ? അതോ നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റ് സ്വീകരിക്കുമോ? എന്നെ കാണുമ്പോൾ എൻ്റെ കർത്താവിന് ഇരിക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് സ്വീകരിക്കും എന്ന് പറയുന്ന വല്ലവരും ഉണ്ടോ? കർത്താവ് അറിയാതൊന്നും സംഭവിക്കത്തില്ല. ചിലപ്പം കർത്താവിനെ ചോദിച്ചു, നീ എങ്ങനെടേ വന്നത് എന്നങ്ങനെ ചോദിച്ചാൽ നാണക്കേടാവും. ആരെയോട്ട് കയറ്റി വിട്ടത് എന്നെങ്ങാനും ചോദിച്ചാൽ നാണക്കേടാണേ. സ്തേഫാനോസ് അങ്ങോട്ട് എന്നപ്പം കർത്താവ് എഴുന്നേറ്റ് നിന്ന് ടു വെൽക്കം ഹിസ് സൺ. ജീസസ് സ്റ്റുഡ് അപ്പ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദി ഫാദർ. എന്തൊരു ഗ്ലോറിയസ് വെൽക്കം ആയിരുന്നത്, അല്ലേ? അങ്ങനെ ഒരു 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 വരവേൽപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ എന്താ സ്തേഫാനോസ് പ്രാർത്ഥിച്ചത്? അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഓ, സ്തേഫാനോസിന്റെ നിലവിളി. യേശുവും ക്രൂശി കിടന്നുകൊണ്ട് എങ്ങനെയാ പ്രാണനെ വിട്ടത്? ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാണനെ വിട്ടെന്ന, അല്ലേ? ആ ഉച്ചത്തിലുള്ള വിളി, അത് ദാറ്റ് ഷോസ് that prayer was serious. It was not whispering a prayer. It was just crying out to the Lord. അത് പ്ലീസ് അവരുടെ നേരെ നിർത്തല്ലേ, നമ്മൾ ഉറക്കെ നിലവിളിച്ചിട്ടാണ് പ്രാർത്ഥിച്ച്. പക്ഷെ ഇന്നത്തെ പ്രശ്നം, നമ്മളെ ആരെങ്കിലും ഒന്ന് അപമാനിച്ചാൽ, സുവിശേഷ നിമിത്തം നമുക്കൊരു പ്രശ്നം വന്നാൽ ഒട്ടൻ നമ്മുടെ ഉടുപ്പെല്ലാം അങ്ങ് നനയുക കണ്ണീരുണ്ട്. ഏത് കണ്ണീര്? സെൽഫ് പിറ്റി. എന്താണ്? സ്വയസാധ. എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നാലും അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ, എന്നാലും എന്നോട്. ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, ആദിമസഭ എങ്ങും അങ്ങനെ ഒരു സെൽഫ് പിറ്റിയിൽ ഒരു വാക്ക് പോലും പറഞ്ഞായിട്ട് ചരിത്രമില്ല. ഇന്ന് നമ്മുടെ പ്രശ്നം, നമ്മളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒട്ടനെ നമ്മൾ നമ്മുടെ ന്യൂനപക്ഷാവകാശം, അടുത്തത് പൗരാവകാശം, പിന്നെ മനുഷ്യാവകാശം, പിന്നെ എന്തൊക്കെ അവകാശങ്ങളുണ്ട്? അതുകൊണ്ടൊരു അവകാശം, വിവരാവകാശം, അതെ, അതും എടുക്കും, അല്ലേ? എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? പയറ്റും. പക്ഷെ അപ്പോസ്തലന്മാരെങ്ങും ആദിമസഭ ഒന്നും ചെയ്തില്ല, അല്ലേ? ചെയ്തില്ല. ഇവിടെ ഒരു കാര്യം ഓർക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം. നമ്മുടെ യേശുവിൽ എന്തെങ്കിലും കുറ്റമുണ്ടായിരുന്നോ? ആർക്കെങ്കിലും ഒരു പാപം യേശുവിനെ ചൂണ്ടി പറയാനോ സ്ഥാപിക്കാനോ പറ്റിയോ? ഇല്ല. എത്ര കോടതി മാറി മാറി വിചാരണ ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇല്ല, അല്ലേ? പക്ഷെ ആ കർത്താവിനെയാണ് ഇവർ ക്രൂശിച്ച് കൊന്നത്. അപ്പം അവിടെ യേശു ഇതിന് മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ 15:20. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പി. കേട്ടോ, നേരത്തെ ഇപ്പം പറഞ്ഞിരിക്കുന്നു, ദാസൻ യജമാനനെക്കാട്ടിലും വലിയവനല്ല. ഇതാണ് ചില പാസ്റ്റർമാർ പറയും, എളിയ കർത്താവിൻ്റെ വിലയേറിയ ദാസനാണ് ഞാൻ. കർത്താവ് എളിയവനാണ്, ഞാനോ വിലയേറിയവനാണ്. എളിയ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരും ദാസിമാരും ഒക്കെ ഒന്ന് കൈവക്കാമോ?
ഇവിടെ യേശു പറയാ, ദാസനെ യജമാനേക്കാൾ വലിയവനൊന്നും അല്ലല്ലോ, എങ്കിൽ അവരെന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. സ്വന്തം ബൈബിളാണെങ്കിൽ ഒന്ന് പേനയെടുത്തൊന്ന് അടിവരയിട്ടെ. ഇതൊക്കെയാ വാഗ്ദത്തം, നമുക്കുള്ള വാഗ്ദത്തങ്ങൾ. അടിവരയിട്. ചുമ്മാ വാലല്ല തലയാക്കും മാത്രം അടിവരയിട്ട് അത് കീറി ആ പേജ്. ഇതൊക്കെ അടിവരയിട്. കർത്താവിനെ ഉപദ്രവിച്ചെങ്കിൽ എന്നെ ഉപദ്രവിക്കും. ആദിമസഭയെ ഉപദ്രവിച്ചെങ്കിൽ എന്നെ ഉപദ്രവിക്കും. അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചെങ്കിൽ എന്നെ ഉപദ്രവിക്കും. ഇത് ഗ്യാരണ്ടിയാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയല്ല, കർത്താവിൻ്റെ ഗ്യാരണ്ടിയാണ്. കർത്താവിനെ ഉപദ്രവിച്ച ലോകം നമ്മളെയും ഉപദ്രവിക്കും. പക്ഷെ എന്ത് നിമിത്തമെന്ന് കൂടെ ഓർത്തോണം, സുവിശേഷ നിമിത്തമാണ്. നമ്മുടെ കയ്യിരിപ്പ് നിമിത്തമല്ല, സുവിശേഷ നിമിത്തം. യേശുവിൻ്റെ നാമം നിമിത്തം നമ്മളെ ഉപദ്രവിക്കും, അല്ലേ? അപ്പം നമ്മളെ വിടുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. 1 പത്രോസ് 2:21 വായിക്കുമ്പം, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. 1 പത്രോസ് 2:21, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കും. ഇത് നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് പത്രോസ് ഇത് എഴുതിയത്. എന്നിട്ട് ഇതേ പത്രോസ് 4:13 പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിക്കുവിൻ. ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കെടുത്ത് സന്തോഷിക്കണം. ആരെങ്കിലും നമ്മളെ നിന്ദിച്ചോ സുവിശേഷ നിമിത്തം, യേശുവിൻ്റെ നാമം നിമിത്തം, ഈ പറഞ്ഞ പോലെ നമ്മളെന്തെങ്കിലും കളിയാക്കിയോ, അപ്പം സന്തോഷിച്ചോണം. വാ, ഇതിപ്പോൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കളിയാക്കിയാൽ നമുക്ക് വലിയ സങ്കടമാണ്. പക്ഷെ ഇവിടെ വെച്ച് അത് സന്തോഷിക്കാൻ പഠിച്ചാലേ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കണമെങ്കിൽ നമ്മളെല്ലാം അങ്ങ് തേജസ്സിൻ്റെ പ്രത്യക്ഷതയെ അങ്ങ് ഉല്ലസിച്ചാനന്ദിക്കാൻ കാത്തിരിക്കുക. അതിനുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് ഉണ്ട് ഇവിടെ. എന്താണ്? ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ പങ്കുള്ളവരായിട്ട് സന്തോഷിക്കണം. ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടത്തിൽ പങ്കുകാരായി സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാനൊന്നും കഴിയത്തില്ല. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പം ഒരു കാര്യം എഴുതി, 1-ാം അധ്യായം 29-ാം വാക്യം, ഫിലിപ്പിയൻസ് 1:29. അവിടെ എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഞാനിവിടെ അടുത്തൊരു ഇമ്പാർട്ടേഷൻ നടത്താൻ പോവാം. പകർച്ച. നിങ്ങൾക്ക് എത്ര പേർക്ക് പകർച്ച വേണം? പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച വേണം. എന്താണ് പകർച്ച? വരങ്ങൾ തരാൻ പോവുക. ദൈവം എൻ്റെ കയ്യിൽ ചില വരങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് പങ്കിട്ട് തരാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ റെഡി ആയിക്കോ എന്നാ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പം വരം തരാൻ പോവാം. പക്ഷേ എന്താ തരാൻ പോകുന്ന വരം? കഷ്ടത എന്ന വരം വേണ്ടവരൊക്കെ എഴുന്നേറ്റ് നിന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാനങ്ങോട്ട് റിസീവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എറിഞ്ഞ് തന്നാൽ എത്ര പേര് ചാടി പിടിക്കും ഈ വരം? കഷ്ടം സഹിക്കാനുള്ള വരം ആർക്കെങ്കിലും വേണോ? ഉണ്ടാ, മുട്ടുസൂചി വീണാ ഇപ്പം കേൾക്കാം. അത്രയ്ക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്, അല്ലേ? വൈ ദിസ് പിൻ ഡ്രോപ്പ് സൈലൻസ്? ഇത് പൗലോസ് അല്ലേ പറഞ്ഞത്? കഷ്ടത അനുഭവിക്കാനും കൂടി ഒരു വരം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പം ഇവിടെയാണ് നമ്മുടെ ട്രയൽസ്, നമ്മുടെ പരിശോധന. അത് പത്രോസ് തന്നെയാണ്. 1 പത്രോസ് 4:12 മുതൽ വായിക്കുമ്പോൾ, 1 Peter 4:12 ഓൺവേർഡ്സ്. നിങ്ങൾ ഓർക്കണം, ഈ പത്രോസ് പണ്ട് എന്തൊക്കെയാണ് കാണിച്ചത് നമ്മൾ നേരത്തെ കണ്ടു. യേശുവിനോട് പറഞ്ഞു, നിനക്കൊരിക്കലും ഇങ്ങനെ വരരുത്. പിന്നെ ഒരിക്കൽ വാളെടുത്ത് വെട്ടാൻ പോയി. ഈ മടത്തനങ്ങളൊക്കെ കാണിച്ച മനുഷ്യനാണ്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇദ്ദേഹം തൻ്റെ ഒടുക്കം എഴുതുന്ന ലേഖനത്തിൽ നോക്കിയ ആളങ്ങ് മാറി. പഴയ പത്രോസ് അല്ല ഇപ്പോൾ ആളങ്ങ് മാറി. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. കണ്ടോ? കഷ്ടത വരുമ്പം, പീഡ വരുമ്പം ഒരു അപൂർവ കാര്യം പോലെ ചിന്തിച്ചെന്തിരുത്, അതിശയിച്ചു പോരുത്. യാക്കോബ് പറയുന്ന സമയമില്ലാത്ത 1:2 കൗണ്ട് ഇറ്റ് ഓൾ ജോയ്. സന്തോഷമായിട്ട് എടുക്കണം അതിനെ, അല്ലേ? കഷ്ടതയെ സന്തോഷമായിട്ട് സഹിക്കാൻ എടുക്കുക. ഇതാ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വാക്ക് ഞാൻ നിർത്തുക. ഇവിടെ എല്ലാം ഒരു കാര്യം ഓർക്കണം. യേശു ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ നിന്നാണ് ആ കഷ്ടങ്ങളുടെ തുടക്കം. അല്ലെങ്കിൽ അടുത്ത് പെടാൻ പോകുന്ന കഷ്ടത്തിന് ഉള്ളൊരു ഒരുക്കമായിരുന്നു. താൻ പോയി പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഇന്നും പെർസിക്യൂഷൻ വരുമ്പം അതിൻ്റെ കൂടെ പോകേണ്ട ആദ്യത്തെ കാര്യം ഇറ്റ്സ് പ്രെയർ. എന്താണ്? പ്രാർത്ഥന.
അല്ലേ? ഗെത്സമനത്തോട്ടത്തിൽ രക്തം വേർത്തുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞാൽ ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന, സ്തേഫാനോസ് ആണെങ്കിലും കല്ലേറ് കൊണ്ട് മരിക്കുമ്പോഴും പ്രാർത്ഥന, പൗലോസിനെയും ശീലാസിനെയും തുണി ഉരിഞ്ഞ് അടിച്ച് മുറിവേൽപ്പിച്ച് തടവിൽ ആമത്തിലിട്ടപ്പോഴും അവിടെ പ്രാർത്ഥന. അപ്പം നോക്കിയേ, വാട്ട് ഷുഡ് ബി ദ റെസ്പോൺസ് ടു പെർസിക്യൂഷൻ? പ്രേയർ, അല്ലേ? ഇന്ന് ആ പ്രേയർ ഒഴിച്ചെല്ലാം നമ്മൾ ചെയ്യും. ഇപ്പം എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, അവിടെ എല്ലാവരും കൂടെ വിട്ടു പോകാതെ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നതാണ് വരിക്കുന്നത്. 4 വഴിക്ക് നിങ്ങൾ ഓടും. എന്തിനാണ് എന്നെ ഇറക്കാൻ? അത് ഇറക്കണം കേട്ടോ, അത് പറഞ്ഞേക്കാം കേട്ടോ. അല്ലേ പറയും, കുറേ പേര് ഇവിടെ പ്രാർത്ഥിക്കും, കുറേ പേര് എന്നെ ഇറക്കാനുള്ള പണി നോക്കണം. പക്ഷെ അന്ന് ഈ പോയി ഇറക്കാൻ ആരുമില്ല. അന്ന് ആർക്കും MLA പരിചയമില്ല, മുഖ്യമന്ത്രിയെ പരിചയമില്ല, രാഷ്ട്രീയക്കാരെ പരിചയമില്ല, പൈസയും ഇല്ല, നല്ല വക്കീലുമാരും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ആക്കൂടി ചെയ്യാനുള്ള ഒറ്റ കാര്യം എന്താണ്? ഈ കഷ്ടം അനുഭവിക്കുന്നവനും പ്രാർത്ഥിച്ചു, അവന് വേണ്ടി പുറത്ത് കാത്തിരുന്ന സഭയെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അതാണ്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. കഷ്ടമാണോ? പ്രാർത്ഥിച്ചോ. അപ്പോൾ പെർസിക്യൂഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രാർത്ഥന. അടുത്തത്, ആ പെർസിക്യൂഷൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മത്തായി 10:22, അതോടെ എൻ്റെ വാക്ക് ഞാൻ നിർത്തുക. മാത്യു 10:22 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും, അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും, എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം സകലരും നമ്മളെ പകയ്ക്കുന്ന ഒരു കാലം വരും. പക്ഷെ അവിടെ എന്താ പറഞ്ഞത്? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അന്ത്യത്തോളം, അവസാനത്തോളം, അവസാന ശ്വാസത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം നമ്മൾ സഹിച്ച് നിൽക്കുമോ പ്രിയപ്പെട്ടവരെ? അവസാനത്തോളം നമ്മൾ സഹിച്ച് നിൽക്കുമോ? ഇന്ന് റിപ്രോച്ച്, റിഡിക്യൂൾ, ഹ്യൂമിലിയേഷൻ, ക്യാരക്ടർ അസാസിനേഷൻ, ലോസ് ഓഫ് ഇൻകം, റിജക്ഷൻ, സംടൈംസ് ഈവൻ ഫിസിക്കൽ അസോൾട്ട്, ഇതെല്ലാം വരുമ്പോഴേ നമ്മൾ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവരാണോ എന്നുള്ളത് തെളിയത്തുള്ളൂ. ഇതൊക്കെ വരാത്രത്തോളം കാലം നമ്മൾ വിചാരിക്കും നമ്മൾ നിൽക്കുകയാണെന്ന്. പക്ഷെ ഒരു വാക്യമുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. നമ്മൾ പലപ്പോഴും പാടും, നിന്നതല്ല ഞാൻ നിർത്തിയതാ. കർത്താവ് നമ്മളെ നിർത്തി എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഇനിയും നമ്മളെ നിർത്തുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർക്ക് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.